പിള്ളേരെ സുനാമി വന്നു. നമുക്ക് വീട്ടിലേക്ക് പോകും. ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. തിരിച്ച് വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോകാൻ. നാളെ കോളേജിൽ പരിപാടിയുണ്ട്. നാളെ എന്ന് പറയുമ്പോൾ അതെ നാളെ തന്നെ. പിന്നെ ബാക്കി അവിടെ പോയിട്ട് കോളേജിലെ പരിപാടി, ബാംഗ്ലൂരിലത്തെ പരിപാടി സെറ്റ് ചെയ്യാം. എനിക്ക് വർക്കലയിൽ നിന്നാണ് ട്രെയിൻ. അപ്പോൾ വർക്കലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കാത്തിരിപ്പൊന്നും ഇല്ലാണ്ട് തന്നെ വർക്കല എത്തി. കാരണം അടുത്ത് തന്നെയാണ്. ഇവിടെ 9-10 കിലോമീറ്ററേ ഉള്ളൂ വർക്കലയിലേക്ക്. ഞാൻ കയറുന്നതിന് മുന്നേ അമ്മ അവിടെ പോയി ക്യൂ നിൽക്കാൻ തുടങ്ങി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അമ്മ മനസ്സ് തങ്ക മനസ്സാണല്ലോ. സോ നമുക്കൊന്നും ചെയ്യാനില്ല. ഞാൻ പോണത് കാരണം അമ്മ 2 മിഠായി ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അത് മേടിച്ചിട്ട് പോവാം. എല്ലാം കഴിഞ്ഞതാ പോവാ. എപ്പോൾ പോയാലും വന്നാലും വീട്ടിൽ വരുമ്പോൾ ഒരു സന്തോഷവും വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു വിഷമമാണ്. അപ്പോൾ പിള്ളേരെ വന്നതുപോലെ സുനാമിത പോകണം. ഞാൻ 2 ട്രെയിൻ കയറിയിട്ടാണ് ബാംഗ്ലൂരേക്ക് പോകുന്നത്. ഏറനാട് എക്സ്പ്രസ് വർക്കലയിൽ നിന്ന് കയറി എറണാകുളത്ത് ഇറങ്ങിയിട്ട് എറണാകുളത്ത് ഇനിയിപ്പോൾ എറണാകുളത്ത് ഇന്റർസിറ്റിയിൽ കയറി നേരെ ബാംഗ്ലൂർ. ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി. എനിക്ക് പിന്നെ വിൻഡോ സീറ്റ് വിട്ടൊരു കളിയില്ല. നല്ല വർക്കശമുണ്ട്, എന്താണെന്ന് അറിയില്ല. ഉറപ്പൊന്നും നല്ലോണം കിട്ടിയിട്ടില്ല. 2 ദിവസമായിട്ട് കല്യാണത്തിൻ്റെ പരിപാടിയായിട്ടൊക്കെ നോക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കും. അങ്ങനെ ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അതിപ്പോൾ പുറത്തിറങ്ങി ബസ്സിൽ കയറുക, നേരെ റൂമിൽ പോവുക, ഒന്ന് ഫ്രഷ് ആവണം. എന്നിട്ട് ബാക്കി പരിപാടികൾ എന്തായാലും ഉള്ളൂ. എന്നിട്ടാണൊന്ന് ഫുഡ് കഴിക്കുക. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. രാത്രിത്തത് വേണമെന്ന് പിടിക്കാം. ഇപ്പം നേരായി അറിയോ ബസ് പിടിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ ബസ് കാത്ത് നിന്നാൽ മാത്രം ബസ് വരില്ല, ഇല്ലെങ്കിൽ എപ്പോഴും ബസ് ഉണ്ടാവും. ചുമ്മാ ഒക്കെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് ഉണ്ടാവും. ഇത് നമ്മൾ വന്നിരിക്കുമ്പോൾ മാത്രം നമ്മൾക്കുള്ള ഒഴിച്ച് ബാക്കി എല്ലാ ബസ്സും വരും. നമ്മുടെ സ്ഥലത്തായി ബസ് സ്റ്റോപ്പിൽ അറിയായിട്ടാൻ വിളിക്കാൻ വരുമെന്നാണ് പറഞ്ഞത്. പോയി നോക്കാം. സമയത്തിന് വരുമാവും, ചിത്രം വരേണ്ടതാണ്. പിന്നെ നമ്മുടെ ബസ് കുറച്ച് നേരം കണ്ടക്ടറിനൊക്കെ ഫുഡ് മേടിക്കാനായി നിർത്തിയിട്ടുണ്ടായിരുന്നു വഴിക്ക്. അപ്പോൾ അത് എത്തിക്കാണും. എത്തി അവിടെ നിൽക്കുമായിരിക്കും. ചെല്ലുമ്പോൾ അവൻ്റെ വായിരിക്കുന്നത് കേൾക്കണോ ചുമ്മാ പറഞ്ഞോ കേട്ടോ. സ്ഥലത്തി താമസിക്കാൻ സമയത്തിന് വന്ന് ഇത് തുറന്ന. അപ്പോൾ ഇനി പെട്രോൾ അടിക്കുക, റൂമിൽ പോവാം. ബൈ.